ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, സ്ലിംഗ് ബാഗ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കർ. ഫസ്റ്റ് നമ്മൾ ഹാൻഡ് ബാഗാണ്, അതായത് നമ്മൾ ഓഫീസ് ബാഗ്. അപ്പോൾ അത് സാധാരണ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാഗ് വേണം നമുക്ക് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഐറ്റംസ് ബാഗിനകത്തോട്ട് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അതെല്ലാം എങ്ങനെ നമുക്ക് ഈ ബാഗിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് ഞാനിന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബാഗ്, പല ടൈപ്പ് ബാഗുകളുണ്ട്. നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ്സിനനുസരിച്ച് നമ്മൾ ഹാൻഡ് ബാഗുകൾ ചേഞ്ച് ചെയ്യാണ്, പ്രത്യേകിച്ച് ലേഡീസ്. എങ്ങനെയായാലും നമ്മൾ വോയിസ് ആയിട്ട് വേണം നമ്മൾ ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഓഫീസ് ബാഗ് സ്വല്പം നല്ല സ്പേസ് ഉള്ളതും അത്യാവശ്യം കുറച്ചുകൂടി അറകളൊക്കെ ഉള്ള ബാഗുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നതായിരിക്കും ലേഡീസായ നമുക്ക് എപ്പോഴും കംഫർട്ട്. അപ്പം എൻ്റെ ഈ ബാഗ് ഞാൻ ആക്ച്വലി ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൽ മധ്യത്ത് ഒരറേ ഉള്ളൂ, പക്ഷേ ചില ബാഗുകൾ മധ്യത്ത് 2 അറകളൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലതായിരിക്കും. ഇത് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ സിബുകളും ഉണ്ട്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ഹാൻഡ് ബാഗ്, അതായത് ഓഫീസ് ബാഗ് എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഞാൻ സ്കൂൾ ടീച്ചറാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം പേനയും വൈറ്റ്നറും ഷാർപ്നറും പെൻസിലും എറേസറും ഒക്കെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ നേരത്തെ ബാഗിൽ ഇങ്ങനെ വലിച്ചു വരിട്ടേക്കായിരുന്നു. പിന്നെ റെഡ് പേന് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു പൗച്ചിലോട്ടാക്കി മാറ്റി. ഇനി ഞാനൊരു കുഞ്ഞ് ബാഗ് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹെഡ്സെറ്റ്, നമ്മുടെ ചാർജറിൻ്റെ വയറും എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ആ ബാഗിൽ, കുഞ്ഞ് ബാഗ്, അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്നും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാനും ഒന്നും മിസ്സാവത്തൊന്നും ഇല്ല. നെക്സ്റ്റ്, അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്ത്രീകളാണല്ലോ, അപ്പോൾ നമ്മൾ ഫേസ് വാഷ്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ഹാൻഡ് സോപ്പാണ് കേട്ടോ. പിന്നെ ഇതൊരു പെർഫ്യൂം, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം കയ്യിലടിക്കുന്ന സ്പ്രേ, ചീപ്പ്, ഒരു ചെറിയ കോമ്പാക്ട് പൗഡർ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ ചെയ്യുന്നത്. ഇതുപോലൊരു ബാഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാമല്ലോ, എന്നാലും ഇത് കൈ വെച്ചേക്കും. ഇത് നമ്മുടെ ഫേസ് ക്രീം, കോമ്പാക്ട് പൗഡർ, സൺസ്ക്രീം, പേപ്പർ സോപ്പ്, ഒരു ചെറിയൊരു ബോട്ടിലിൽ സ്പ്രേ, പിന്നെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്, പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത്രയും ഞാൻ ഈ ബാഗിനകത്തോട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് എളുപ്പം, പെട്ടെന്ന് പോയി ബാഗിനകത്ത് തപ്പുകയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലൊരു ബാഗ് നിങ്ങൾ ക്യാരി ചെയ്തതാണ് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മളെ കയ്യിൽ എന്തായാലും ഓഫ് കോഴ്സ് നമ്മൾ ദൂരെ പോയാൽ നമ്മളതിൽ ക്യാഷും കാണും, കോയിൻസും കാണും. അപ്പോൾ കോയിനും ഞാൻ ഇതുപോലുള്ള കുഞ്ഞൊരു ബാഗ് എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ ഒരു ക്യാൻഡീസൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അതും ഞാൻ 2-3 ക്യാൻഡീസ് ബാഗിനകത്ത് ഇട്ടേക്കും, ഈ കുഞ്ഞ് പൗച്ചിൽ. ആ കുഞ്ഞ് പൗച്ച് നമുക്ക് അവിടെ ബാഗിൽ ഹാങ് ചെയ്യാൻ പറ്റും. എന്നൊരു സിബുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കാർഡുകളാണല്ലേ. നമ്മുടെ ATM കാർഡുണ്ട്, ആധാർ കാർഡ്, എല്ലാ കാർഡുകളും ഉണ്ടല്ലോ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഹോസ്പിറ്റലിലാണ് മിക്കവാറും എല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലൊരു ക്ലച്ചിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി എൻ്റെ ഇത്രയും കാർഡുകളേ ഉള്ളൂ, പക്ഷേ ഇതിൽ കൂടുതൽ കാർഡ് ഈ ക്ലച്ചിൽ നമുക്ക് ഇനിയും സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർഡ് ഐറ്റംസ് ഒന്നും, ഈ ഒരു ടൈപ്പ് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സേഫായിട്ട് ഇരിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വോളറ്റ് എന്തായാലും എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെയാണ് നാച്ചുറലി ഞാനും പൈസ എല്ലാം വയ്ക്കുന്നത് അതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഈ വോളറ്റ്, പല ടൈപ്പ് വോളറ്റ് ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ വോളറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം ഈ വോളറ്റിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിബ് തുറക്കാനൊക്കെ പറ്റുന്നതാണ്. മധ്യത്തൊരു ചെറിയൊരു ഇതും കൂടിയുണ്ട്. ഇത് നെക്സ്റ്റ് ഒരു ഓപ്പണിങ്ങിൽ നമുക്ക് കാർഡുകളും, ഇവിടെ നമുക്ക് കോയിൻസൊക്കെ ഇടാനൊക്കെ പറ്റും. എന്നാലും ഞാൻ സെപ്പറേറ്റ് കോയിൻസാണ് ഇടാറുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ATM കാർഡ്, എല്ലാ കാർഡും ഇതിനകത്ത് ഒഴിപ്പുണ്ട് കേട്ടോ. പിന്നെ എന്തുവാ പറഞ്ഞത്, റേഷൻ കാർഡ് ഒരു കുഞ്ഞ് ഇതില്ലേ അത്, വോട്ടേഴ്സ് ID, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ കുറച്ച് ഹോസ്പിറ്റലിലെ കാർഡ്. അപ്പോൾ എല്ലാം ഇതിനകത്ത് സേഫായിട്ട് ഇരുന്നോളും. ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം, കോയിൻസ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ബാഗിൽ എങ്ങനെ
സിസ്റ്റമാറ്റിക് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ആ പൗച്ച് ഞാൻ എടുത്തു വെച്ചു. നെക്സ്റ്റ് നമ്മുടെ പെന്നും പെൻസിലുള്ള ആ പൗച്ച് എടുത്തു വെച്ചു. നെക്സ്റ്റ് നമ്മുടെ വോളറ്റ്. നെക്സ്റ്റ് എന്തായാലും ഞാൻ സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ, എന്തായാലും ഒരു വാട്ടർ ബോട്ടിൽ നിർബന്ധമാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്, കുട നിർബന്ധമാണ്. പിന്നെ നമ്മുടെ കോയിൻസിൻ്റെ പൗച്ചും ഹെഡ്സെറ്റിൻ്റെ പൗച്ചും. അതിൻ്റെ കൂട്ടത്തിൽ കാർഡുകളെല്ലാം സ്റ്റോർ ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്നത് കൊണ്ട് കാറിൻ്റെ കീ, വീടിൻ്റെ കീയും ഞാൻ എപ്പോഴും ഈ സൈഡിലത്തെ ഈ പൗച്ചിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും, ബാഗിനകത്ത് ഫുൾ തപ്പണ്ട. നെക്സ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ബാഗിൽ ക്യാരി ചെയ്യും. അപ്പോൾ അതും ഞാൻ ഈ സൈഡിൽ, ആക്ച്വലി ഇതിനൊരു പൗച്ചുണ്ട്, ഞാൻ പൗച്ചില്ലാതെയാണ് സൈഡിൽ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് മാത്രമേ അവിടെ വയ്ക്കുള്ളൂ. നെക്സ്റ്റ് എല്ലാം ഇത്രയും ഐറ്റംസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ആ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് വയ്ക്കുന്ന കഴിയുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കുറച്ചുകൂടെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി സിബൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഞാൻ ബാക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എപ്പോഴും നമ്മുടെ ഫോണാണ് വയ്ക്കുന്നത്. കാരണം പെട്ടെന്ന് ബാഗിനകത്ത് നമുക്ക് കൈയിടാതെ പെട്ടെന്ന് ഫോൺ എടുക്കാൻ സൗകര്യം എപ്പോഴും പുറകിലാണ്. പക്ഷേ എന്നാലും ബസ്സിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് നോക്കണം. അപ്പം നമ്മുടെ ഓഫീസ് ബാഗ്, സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് റെഡിയായി. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? നെക്സ്റ്റ് നമുക്ക് ലാപ്ടോപ്പ് ബാഗിലോട്ട് കിടക്കാം. ഇപ്പോൾ ലാപ്ടോപ്പ് ബാഗ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും റയറായിട്ടുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇത് ലാപ്ടോപ്പ് ബാഗാണ്, സ്കൂൾ ബാഗ് പോലെയൊക്കെ തോന്നും, പക്ഷേ ലാപ്ടോപ്പ് ബാഗാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം സ്പേസ് ഓൾറെഡി ബാഗിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ലാപ്ടോപ്പ് മാത്രമേ വയ്ക്കാൻ പറ്റൂ ആ അറയിൽ. നെക്സ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ചാർജറും അതിന് മൗസും കൂടി വെച്ച് അവിടെ സെറ്റ് ചെയ്യുക. അവിടെ ഇനി വേറൊന്നും നമുക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള ബാഗാണ്. പിന്നെ ഈ ലാപ്ടോപ്പ് ബാഗ് സ്കൂൾ ബാഗ് പോലെ തോന്നാൻ കാരണം ഇതിനകത്ത് എക്സ്ട്രാ കുറേ സ്പേസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഒരു പൗച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ആ പൗച്ചിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും ലിപ്സ്റ്റിക്ക് വേണമല്ലോ. ലിപ്സ്റ്റിക്ക് എന്തായാലും ലേഡീസിന് അത്യാവശ്യമാണ്. ആ ഒരു ലിപ് ബാമും കൂടെ ഞാൻ സെറ്റ് ചെയ്ത്, ലിപ്സ്റ്റിക്കും ലിപ് ബാമും എപ്പോഴും ഞാൻ കൈ കാണും. പിന്നെ കൊറോണയ്ക്ക് ശേഷം പേപ്പർ സോപ്പ് മസ്റ്റായിട്ട് എൻ്റെ പൗച്ചിൽ കാണാറുണ്ട്. നെക്സ്റ്റ് ഓഫ് കോഴ്സ് സൺസ്ക്രീൻ, നമ്മുടെ ഫേസ് ക്രീം, ഒരു ബോട്ടിൽ സ്പ്രേ, അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ പൗച്ച് മീൻസ് നമ്മുടെ കോമ്പാക്ട് പൗഡർ, അത്രയും. അപ്പം നമ്മുടെ പൗച്ച് റെഡിയായി. അത് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള ലേഡീസ് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. നെക്സ്റ്റ് എന്താ, ഓൾറെഡി നമ്മൾ പേന, പെൻസിൽ ഇതെല്ലാം സെപ്പറേറ്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു പൗച്ചും കൂടി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് നമ്മളെ വാളറ്റ് എന്തായാലും വേണം. പിന്നെ കാർഡുകൾ സൂക്ഷിക്കുന്ന പാക്കറ്റ് നമുക്ക് വേണം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചാർജർ, ഹെഡ്സെറ്റ്, ചാർജറിൻ്റെ വയർ, ഇതെല്ലാം ഇതിന് നെക്സ്റ്റ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതൊരു സ്പേസ് നോക്കി തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ സിബിന് കുഴപ്പമൊന്നുമില്ല, തുറക്കാനൊക്കെ പറ്റും. പെട്ടെന്ന് ഞാൻ തുറന്നപ്പോൾ അതിൻ്റെ തുണിയൊന്ന് ലോക്കായതാണ്. ഒരു ഡയറി എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലത്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എഴുതാനോ, പിന്നെ നമുക്ക് ഫോൺ വയ്ക്കാം. ഓഫ് കോഴ്സ് ഹെഡ്സെറ്റും ചാർജറും ചാർജറിൻ്റെ കേബിളും കൂടെ വയ്ക്കുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് റെഡിയായി. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ നിങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. എപ്പോഴും നമ്മളെല്ലാം കരുതി വേണം ഇരിക്കാൻ. എപ്പോഴും നമ്മുടെ കൂടെ മസ്റ്റായിട്ടൊന്ന് വേണം വാട്ടർ ബോട്ടിൽ, അത് മറക്കാനേ പാടില്ല. എല്ലാത്തിൻ്റെ കൂടെ ഞാൻ വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ബാഗും സെറ്റായി. നെക്സ്റ്റ് നമ്മുടെ സ്ലിംഗ് ബാഗാണ്. നമ്മുടെ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റുന്നൊരു ബാഗാണല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 സ്പേസ് ഉണ്ട്. മധ്യത്തൊരു സിബിൻ്റെയും 2 സൈഡിലായിട്ട് നമുക്ക് ക്യാരി ചെയ്യുന്ന ഒരു അറയുണ്ട്, 2 അറയുണ്ട്. ആ മധ്യത്തുള്ള ആ കുഞ്ഞറയിൽ ഞാൻ നമ്മുടെ സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, സ്പ്രേ, കോമ്പാക്ട് പൗഡർ ഇത്രയും വെച്ച് സെറ്റ് ചെയ്ത് അവിടെ ഞാൻ അത്രയും ആ സാധനങ്ങളെ വയ്ക്കാറുള്ളൂ. അത് കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ഓഫ് കോഴ്സ് ഫോൺ എന്തായാലും നമുക്ക് എല്ലായിടത്തും നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണല്ലേ. എടുക്കാൻ എളുപ്പവും വേണം. ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജറും കേബിളും ഹെഡ്സെറ്റും നിർബന്ധമല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം നമ്മുടെ സ്ലിംഗ് ബാഗും സെറ്റായി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബാഗ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.